മയിലിനെ സംബന്ധിച്ച് നന്ദൻ ഭർത്താവ് മാത്രമല്ല, നല്ലൊരു സുഹൃത്തു കൂടിയാണ്. അവളുടെ ഇഷ്ടങ്ങൾ അറിയാവുന്ന, മനസ്സിലാക്കുന്ന ജീവിത പങ്കാളി. ഞാൻ പറഞ്ഞത് സങ്കടമായ നന്ദ? തെറ്റായെങ്കിൽ സോറി കേട്ടോ. അവളുടെ ചുണ്ടുകൾ വിതുമ്പി, കണ്ണുകൾ കലങ്ങി. ഇല്ല മയിലേ, നീയാണ് ശരി. അവൻ അവളെ ഇറുക്കി പുണർന്ന് ഭ്രാന്തമായി ചുംബിച്ചു. നിർവൃതിയോടെ അവനെ പൊതിഞ്ഞു പിടിച്ചു കിടന്നു. വൈകുന്നേരം സ്കൂട്ടർ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി. ചാവി പൂജിച്ചു വാങ്ങി. ഡിയോയുടെ മുന്നിൽ നാരങ്ങ മാലയിട്ട് നന്ദൻ തിരികെ കൊണ്ടുവന്നു. മയിലിന് സൈക്കിൾ ബാലൻസ് ഉണ്ടോ? ചെറുപ്പത്തിൽ ചവിട്ടിയിരുന്നു, ഇപ്പോൾ ഒരുപാട് നാളായില്ലേ. സാരല്ലടി, അത്രയും മതി, ബാക്കി ഞാനേറ്റു. എൻ്റെ നന്ദൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെന്താ പ്രശ്നം? സ്കൂട്ടറിലിരുന്നവനെ ചാരി അവൻ്റെ മിഴികളിലേക്ക് പ്രണയത്തോടെ അങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ജാനകിയമ്മയും കല്ലുമോളും നേരത്തെ കിടന്നു. പതിവ് പോലെ വിയർപ്പിൽ കുളിച്ച് നന്ദൻ്റെ നെഞ്ചിൽ തലച്ചായ്ച്ചു മയില് കിടന്നു. മയിലേ, നാളെ കോളേജിൽ ചെന്ന് ഒരാഴ്ചത്തെ ലീവിന് റിക്വസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നിനക്ക് ക്ലാസ് ഉണ്ടാവും. അതിനിടയിൽ സ്കൂട്ടർ ഓടിക്കാനും പഠിക്കാം. താങ്ക്സ് നന്ദ. പ്രണയത്തോടെ അവൻ്റെ ചുണ്ടിലമർത്തി ചുംബിച്ച ശേഷം അവൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. നന്ദൻ കൈയെടുത്ത് മയിലിനെ പൊതിഞ്ഞു പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ കിടന്ന് അവൾ മയങ്ങിപ്പോയി. പതിയെ അവനും. മയിലെ എണ്ണയ്ക്ക് നേരം വെളുത്തു. രാത്രിയുടെ യാമങ്ങളിൽ നെഞ്ചിൽ നിന്നിറങ്ങി പുണർന്നു കിടക്കുന്ന മയിലിനെ തട്ടി വിളിച്ചു. സാധാരണ അവളാണ് പുലർച്ചയ്ക്ക് മുമ്പേ എഴുന്നേൽക്കുന്നത്. 2-3 ദിവസമായി നേരത്തിരിഞ്ഞു. പ്ലീസ് നന്ദ, കുറച്ചുകൂടി ഉറങ്ങട്ടെ. ഇന്നലെ രാത്രിയുടെ ആലസ്യം വിട്ടൊഴിയാൻ മടിച്ച മിഴികൾ തുറക്കാതെ അവൾ കെഞ്ചി. കുറച്ചു സമയം കൂടി കാത്തു. പിന്നെയും മയിൽ നല്ല ഉറക്കം. ഒന്നും മിണ്ടാതെ അവളെ കോരിയെടുത്ത് ബാത്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്തു. വെള്ളം മഴത്തുള്ളികളായി വീണതും പിടഞ്ഞുണർന്നു. കുറെ സമയമായി വിളിക്കുന്നു, എന്നാലും ഇങ്ങനെയൊന്നും ചെയ്യല്ലേ നന്ദ. ഷവറിന്റെ കീഴിൽ നിന്ന് തണുത്തു വെച്ചതോടെ നന്ദനെ കെട്ടിപ്പിടിച്ചു. അവന്റെ ചുടികളിൽ മുത്തി അതിരങ്ങൾ കവർന്നെടുത്തു. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. അവനവളെ തള്ളി നീക്കി ഷവറിന്റെ കീഴിൽ നിർത്തി. വേഗം കുളി കഴിഞ്ഞിറങ്ങി. ചുരിദാർ മതിമായില്ലേ, സ്കൂട്ടർ ഓടിക്കാൻ അതാ നല്ലത്. അവന് മുമ്പിൽ വെച്ച് തന്നെ മാറിന് കുറുകി ഉടുത്തിരുന്ന തോർത്ത് വലിച്ചെറിഞ്ഞ് ചുരിദാർ മാറ്റി ധരിച്ചു. ഞാൻ റെഡി നന്ദ. 1 സെക്കൻഡ്. ഓക്കെ. നന്ദൻ മുണ്ടും ഷർട്ടും ധരിച്ചു. 2 പേരും കൂടി ഡൈനിങ് റൂമിലേക്ക് വന്നു. അമ്മ ഫ്ലാസ്കിൽ ചായ എടുത്ത് വെച്ചിരിക്കുന്നു. 2 ഗ്ലാസ്സിൽ പകർന്ന് ആ ഒരു കപ്പ് അവൻ നേരെ നീട്ടി. ഇരുവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ജാനകിയമ്മ കല്ലുമോളുമായി എത്തി. മോൾക്ക് പാല് കൊടുത്ത് അമ്മയെ ഏൽപ്പിച്ചു. അമ്മേ, സ്കൂട്ടർ പഠിക്കാൻ പോവുക. ഒരാപത്തും പറ്റാതിരിക്കാൻ അമ്മയുടെ അനുഗ്രഹം വേണം. മയില് അമ്മയുടെ പാദങ്ങൾ തൊട്ട് നെഞ്ചിൽ കൈവച്ചു. ജാനകിയമ്മയ്ക്ക് സന്തോഷായി. അവളെ ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ നെറുകയിൽ ചുംബിച്ചു. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതും ക്ലച്ച് പിടിക്കുന്നതും ആക്സിലേറ്റർ കൂട്ടുന്നതും കുറയ്ക്കുന്നതും വണ്ടി എങ്ങനെ മുന്നോട്ട് എടുക്കണമെന്നും നിർത്തണമെന്നും ചെറിയൊരു വിശദീകരണം മയിലിന് നൽകി. നന്ദൻ അവൾക്ക് പിന്നിൽ കയറി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്ത് സ്കൂട്ടർ മുമ്പോട്ട് നീക്കി. ഓരോന്നും മയിൽ നന്നായി ശ്രദ്ധിച്ചു. വൈകുന്നേരം ആയതോടെ സ്കൂട്ടർ ഒരുവിധം ഓടിക്കാൻ പഠിച്ചു. നാളെ കൂടിയാകുമ്പോൾ നന്നായി പഠിക്കാം. അന്നത്തെ വണ്ടി പഠിക്കൽ കഴിഞ്ഞു. ജാനകിയമ്മയുടെ കയ്യിലിരുന്ന കല്ലുമോള് ഇടയ്ക്കിടെ അച്ഛയിലേക്കും അമ്മയിലേക്കും കുതിച്ച് ചാടുവാനായി വെമ്പി. നിന്റെ അമ്മ ആദ്യം പഠിക്കട്ടെ, എന്നിട്ട് നിന്നെയും പഠിപ്പിക്കാം. കല്ലുമോള് അത് കേട്ടതും ചിരിച്ചു. മയില് കുളി കഴിഞ്ഞു വന്ന് സന്ധ്യയോടെ വിളക്ക് കൊളുത്തി നാമം ജപിച്ചു. അതിനുശേഷം എഴുന്നേറ്റ് വന്ന് അവളെ നന്ദൻ കൈയോടെ പൊക്കി. വാടി, പഠിക്കാം. നന്ദ, അത് വേണോ? വേണം. അവൾ ചിണുങ്ങിയെങ്കിലും യാതൊരു ദാക്ഷിണ്യവും കാട്ടിയില്ല. മയിൽ ബുക്കുമായി വന്നതും നന്ദൻ പഠിപ്പിക്കാൻ തുടങ്ങി. അവളതൊന്നും ശ്രദ്ധിക്കാതെ താടിക്ക് കൈയൂന്നി അവനെ നോക്കിയിരുന്നു. എടി, നീ പഠിക്കാനിരിക്കുവാണോ അതോ എന്റെ വായി നോക്കാനോ? നിന്റെ വായി നോക്കുന്നതായി എനിക്കിഷ്ടം.
പറഞ്ഞിട്ട് കുലുങ്ങി ഒന്ന് ചിരിച്ചു. ആദ്യമൊക്കെ തമാശയായി എടുത്തെങ്കിലും നന്ദൻ സീരിയസ് ആയി. മയിലേ, നീ പഠിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുവേ. നാളെ മുതൽ കോളേജിൽ പോവേണ്ടി വരും. നന്ദൻ പിണങ്ങിയതും മയിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവളൊന്ന് വിങ്ങിപ്പൊട്ടി. മനസ്സ് നൊന്തെങ്കിലും അവൻ പുറമേക്ക് കാണിച്ചില്ല. കാണിച്ച അവൾ വീണ്ടും ഉഴപ്പുമെന്ന് അവൻ അറിയാം. മയിലിൻ്റെ ഇഷ്ടത്തിന് വിടാതെ കുറച്ചു സമയം ക്ലാസ് എടുത്തു. അവൾ മുഖം വീർപ്പിച്ച് കെട്ടിയിരുന്നു. രാത്രി കിടക്കാൻ സമയത്തും മൗനത്തിലായിരുന്നു. നന്ദൻ അവളെ ചുറ്റിപ്പിടിച്ചതും കൈകൾ തട്ടിയെറിഞ്ഞു. ഇനി തൊടണ്ട. തൊടണ്ടാന്ന് അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ ബലമായി അവളെ തിരിച്ച് അഭിമുഖമായി കിടത്തി. എൻ്റെ മയിലേ, ഡി, നീ ഇങ്ങനെ പിണങ്ങരുത്. നീ പഠിച്ചൊരു ജോലി വാങ്ങി കാണാനല്ലേ ഞാൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവൻ്റെ സ്വരത്തിലെ ഇടർച്ച തിരിച്ചറിഞ്ഞതും മയിലൊരു പിടച്ചിലുണർന്നു. സോറി നന്ദ, ഞാൻ പഠിച്ചോളാം. അരുമയായി അവൻ്റെ കവിളിൽ തലോടി മാർദ്ദത്തിൽ ദന്തക്ഷതം ഏൽപ്പിച്ചു. ഡിപ്പണി നോവുന്നു. നോവട്ടെ, നീ എന്നെ കുറെ കരയിപ്പിച്ചതല്ലേ. മയില് അവൻ്റെ മൂക്കിൽ മുമ്പിൽ ചെറുതായി കടിച്ചു. നന്ദൻ അവളെ പിടിച്ച് നെഞ്ചിലേക്കിട്ടു. അവൻ്റെ കൈകൾ ശരീരത്തിൽ ഓടി നടന്നതും വരാലിനെ പോലെ പെണ്ണ് കിടന്നു പിടഞ്ഞു. അടുത്ത ദിവസം കൂടി സ്കൂട്ടർ ഓടിച്ചതോടെ മയില് തനിയെ സ്കൂട്ടർ ഓടിച്ചു തുടങ്ങി. നന്ദനെയും മോളെയും അത് കഴിഞ്ഞ് ജാനകിയമ്മയും സ്കൂട്ടറിൽ കയറ്റി. ഇനി ലൈസൻസ് എടുക്കണം. നന്ദൻ പറഞ്ഞതിന് ശരിയെന്നും മൂളി. ഒരാഴ്ച പെട്ടെന്ന് കടന്നുപോയി. തിങ്കളാഴ്ച മുതൽ കോളേജിൽ പോകാനായി നന്ദനും മയിലൊരുങ്ങി. കല്ലുമുക്ക് പാലും കൊടുത്ത് ഉമ്മയും നൽകി ഇറങ്ങി. ഹെൽമെറ്റ് വെച്ചിട്ട് ഓടിച്ചോളൂ. നന്ദൻ അനുവാദം നൽകിയതോടെ മയില് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. നന്ദൻ പിന്നിൽ കയറി ചേർന്നിരുന്നു. നല്ല സുഖമുണ്ട് പിന്നിലിരിക്കാൻ, അല്ലേടോ? അതിനല്ലേടി നിന്നെ കൊണ്ട് ഓടിപ്പിക്കുന്നത്. പോട വഷള. അവൾ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. നന്ദൻ അവളുടെ വയറിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചു. ചെറുക്ക, കുസൃതി കാട്ടത് അടങ്ങിയിരുന്നോണം. കൺട്രോൾ തെറ്റിയാലേ രണ്ടും കൂടി വല്ലതും കിടക്കും. നന്ദൻ ചിരിയുടെ കൈകൾ ഒതുക്കി വെച്ചിരുന്നു. ഡിയോ പാർക്കിനിരയിലേക്ക് ഒതുക്കി വെച്ച് ക്ലാസ്സിലേക്ക് നടന്നു. അതല്ല നന്ദ, ഈ ക്ലാസ് എന്താ ഒഴിഞ്ഞു കിടക്കുന്നത്? തൻ്റെ ക്ലാസ്സിന് തൊട്ടടുത്തുള്ള ക്ലാസ് മുറി ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. ആ ബാച്ചിലെ ക്ലാസ് നിർത്തി, അതാ. ഓഹോ, എങ്കിൽ നന്ദൻ വന്നേ, എനിക്കൊന്ന് കാണണം. മയിലെ, ക്ലാസ് തുടങ്ങാറായി. എല്ലാവരും കയറി, നമുക്ക് ഫ്രീ ടൈമിൽ നോക്കാം. നന്ദൻ വരണുണ്ടോ? മൂക്കത്ത് ശുണ്ടി വരുത്തി അവൾ ആ ക്ലാസ്സിലേക്ക് കയറി. നന്ദൻ ചുറ്റുമൊന്ന് നോക്കി. പരിസരത്തെങ്ങും ആരുമില്ല. അയാളും അതിനുള്ളിലേക്ക് കയറി. എൻ്റെ മയിലെ, എന്താ നിന്റെ ഉദ്ദേശം? പറയടാ. പെട്ടെന്ന് മയിൽ നന്ദനെ പ്രണയത്തോടെ വരിഞ്ഞു മുറുക്കി ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അവളുടെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ ആദ്യമൊന്ന് അമ്പരന്നു. ഇനി വൈകിട്ടെല്ലാം ഒരുമിച്ച് കാണാൻ പറ്റൂ, അതാട്ടോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരാഴ്ചക്കാലം എങ്ങോട്ട് പോവാതെ ഒരുമിച്ചായിരുന്നു. അതിൻ്റെ സങ്കടാണ്. അവനൊന്ന് പുഞ്ചിരിച്ചു. ഇനി എനിക്ക് ഓടിത്താ. നന്ദൻ അവളെ പ്രണയത്തോടെ പുണർന്നതും മൂർധാവിലും നെറ്റിയിലും കവിളിലും ചുംബിച്ചു. അതരങ്ങളിൽ ചുണ്ടുകൾ അമർത്തിയതോടെ പെണ്ണൊന്ന് പിടഞ്ഞു. ഇനിയൊന്നും കോളേജിലേക്ക് വരാനായി വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴും ഇവിടെ വരുമ്പോഴും തരണം. ശരി, സമ്മതിച്ചു. പകരം എൻ്റെ മയിൽ നന്നായി പഠിക്കണം. തീർച്ചയായും നന്ദ, എൻ്റെ നന്ദനായി മയിൽ നന്നായി പഠിക്കും. വാക്ക്. സ്നേഹത്തോടെ അവളിലേക്ക് ചാരി. എങ്കി വാ. ആദ്യം നന്ദൻ തലവെളിയിലേക്കിട്ട് ആരെങ്കിലും വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചു. അതിനുശേഷം അവന് പിന്നാലെ മയിലിറങ്ങി ക്ലാസ്സിലേക്ക് കയറി. രണ്ടാമത്തെ അവറിലായിരുന്നു നന്ദൻ്റെ ക്ലാസ്. മയിൽ കൈയെടുത്ത് താടിക്ക് കൊടുത്ത് പ്രണയത്തോടെ നോക്കിയിരുന്നു, മിഴികൾ പിൻവലിക്കാതെ. അവൻ്റെ മുഖവും നോട്ടവും ശബ്ദവും എല്ലാം അവളിലേക്ക് ഒഴുകി. നന്ദനും മയിലിനെ ശ്രദ്ധിച്ചിരുന്നു. അവളുടെ വായി നോക്കുന്ന ഇരിപ്പ് കണ്ട് അവന് ദേഷ്യം വന്നു. പഠിക്കാമെന്ന് പറയുള്ളൂ, പ്രവൃത്തിയിലില്ല. മയുക സ്റ്റാൻഡപ്പ്. അവൻ്റെ ശബ്ദം ക്ലാസ് നിശ്ചലമാക്കി. എല്ലാവരുടെ ശ്രദ്ധ മയിലിലേക്കായി.
നന്ദൻ അവൾക്ക് സമീപമെത്തി ക്ലാസ്സിലെടുത്തിരുന്ന വിഷയത്തിൽ 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. മണി പോലെ അവൾ പെട്ടെന്ന് ഉത്തരം നൽകുകയും ചമ്മലോടെ നന്ദൻ പിൻവാങ്ങി. അവന്റെ ചമ്മൽ അവൾ നന്നായി ആസ്വദിച്ചു. എൻ്റെ അടുത്താ നിന്റെ വിളവിറക്കല്, ഇതെത്ര കണ്ടിരിക്കുന്നു മോനെ, മയില് മനസ്സിൽ പറഞ്ഞു ചിരിച്ചു. വീണ്ടും പഴയതുപോലെ അവനെ നോക്കിയിരുന്നു. നന്ദന്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവസാനിപ്പിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. അത്രയും സമയം കണ്ടുകൊണ്ടിരിക്കായിരുന്നു. 3 മണി കഴിഞ്ഞ് മയില് പാർക്കിംഗ് ഏരിയയിൽ കാത്തുനിന്നു. നന്ദൻ 10 മിനിറ്റ് താമസിച്ചാണ് എത്തിയത്. അവളെ നോക്കാനൊരു ചമ്മലുണ്ടായിരുന്നു. എന്തു പറ്റി നന്ദ? ഏയ് ഒന്നുമില്ല, നല്ല ചമ്മലുണ്ടല്ലേ. എന്തിന്? അവൻ മുഖം മാറ്റിക്കളഞ്ഞു. എൻ്റെ നന്ദ, മയിൽ നൽകിയ വാക്കാ പഠിക്കാന്ന്. ഉഴപ്പില്ല നന്ദ ഞാൻ. ആ ഭയം മാറ്റിയേക്ക്. നന്ദന്റെ മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ മുഖത്ത്. മതി, ഇത്രയും കേട്ടാ മതി. എടി മയിലെ, എല്ലാവരും വരുന്നുണ്ട്, ചാടിക്കയറി കെട്ടിപ്പിടിച്ച് ഉമ്മിച്ച് കളയല്ലേ. അവളെ അറിയാവുന്നതിനാൽ മുൻകൂർ ജാമ്യെടുത്തു. മയിലൊന്ന് പീലി വിടത്തി ചിരിച്ചു. പറഞ്ഞത് നന്നായി, എനിക്ക് നിന്നെ അറിയാവുന്നതല്ലേ, അതാ. മയൂകെ ഇപ്പോൾ പഴയതുപോലെയെന്ന് മറ്റാരേക്കാളും അവൻ നന്നായി അറിയാം. നല്ല കെയറിങ് തന്നിലുണ്ടെന്ന വിശ്വാസം അവളാകെ മാറ്റിമറിച്ചു. ഇപ്പോൾ മയില് പീലി വിടർത്തിയാടും. നന്ദൻ ഓടിച്ചോളൂ. അവൻ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. മയില് പിന്നിൽ കയറിയിരുന്നു. ഡിയോ ഓടി തുടങ്ങിയതോടെ അവൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് വയറുമേൽ ചുറ്റി പുറത്തേക്ക് ചാഞ്ഞു കിടന്നു. പതിവ് പോലെ വഴിക്കണ്ണുമായി ജാനകിയമ്മയും കല്ലുമോളും അവർ കാത്തിരുന്നു. നന്ദനും മയിലും ഒരുമിച്ച് വരുന്നത് കണ്ട് അമ്മയുടെ കയ്യിൽ നിന്നും പിടിച്ചിറങ്ങാൻ ശ്രമിച്ചു. അച്ഛ അച്ഛ, നന്ദനെ കണ്ട് കല്ലുമോൾ ഇളകി തുടങ്ങി. അച്ഛയുടെ മുത്തുവാ. കൈ നീട്ടിയതും കാത്തിരുന്നത് പോലെ അവൾ വലിഞ്ഞു കയറി മയിലിൽ നോക്കി ഞെളിഞ്ഞിരുന്നു ഗമയോടെ. വിശക്കുമ്പോ വാട്ടോ. മയില് കല്ലുവിനെ നോക്കി ചിരിച്ചു. മുലപ്പാല് എൻ്റെ അവകാശം ആടിയമ്മേ എന്ന ഭാവത്തിൽ കല്ലുമോൾ അവളെ നോക്കി മുഖം വിയർപ്പിച്ചു. അമ്മ ചുമ്മാ പറഞ്ഞതില്ലേ കള്ളിപ്പെണ്ണേ. പുഞ്ചിരിയോടെ മോളുടെ മുഖത്ത് തഴുകി. കുഞ്ഞ് അവളെ നോക്കി ചിരിച്ചു. നന്ദനും മയിലും അകത്തേക്ക് കയറി. ജാനകിയമ്മ അവർക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്തു. നന്ദൻ മോളുമായി മുറിയിലേക്ക് പോയി. അമ്മയുമായി അവൾ കോളേജ് വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. മോളും കുറച്ചു സമയം പോയി കിടക്ക്, ക്ഷീണിച്ചു വന്നതല്ലേ. ശരിയമ്മേ. അവിടെ നിന്ന് എഴുന്നേറ്റ് മയിൽ മുറിയിലേക്ക് പോയി. മയിൽ ചെല്ലുമ്പോൾ വേഷം മാറി നന്ദൻ കിടക്കുന്നത് കണ്ടു. കല്ലു അവൻ്റെ നെഞ്ചിൽ കയറിയിരുന്ന് കളിക്കുന്നു. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാൻ നന്ദാ. ടർക്കിയും എടുത്ത് കുളിമുറിയിലേക്ക് കയറി. കുളിച്ചു കഴിഞ്ഞ് വന്ന് അവൾ മറ്റൊരു സാരി എടുത്ത് കൊടുത്തു. വാടി പെണ്ണേ. കുഞ്ഞിനെ എടുത്ത് പാല് കൊടുത്തു. അമ്മയും കുഞ്ഞും മാത്രമുള്ള ലോകം. നന്ദൻ കൗതുകപൂർവ്വം നോക്കിക്കിടന്നു. മയിൽ തലച്ചെരിച്ച് നോക്കിയതും അവൻ നോക്കിക്കിടക്കുന്നത് കണ്ടു. എന്താടാ, വേണോ? കുസൃതിയോടെ, അതിലുപരി പ്രണയത്തോടെ ചോദിച്ചു. പൊടി. മയിലിന് ചിരി പൊട്ടി. അവൾ ഉറക്കി ചിരിച്ചു. കുഞ്ഞിനെടുത്ത് അമ്മയുടെ കൈ കൊടുത്തിട്ട് അവൾ നന്ദൻ്റെ അരികിൽ വന്ന് കിടന്നു. കണ്ണടച്ച് കിടന്നിരുന്ന നന്ദൻ്റെ ചുണ്ടിലും തടഞ്ഞതുപോലെ മിഴികൾ തുറന്നു. മയിൽ പ്രണയത്തോടെ പൊതിഞ്ഞു പിടിച്ചു. കുഞ്ഞിൻ്റെ അച്ഛൻ കുറച്ച് കുടിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കള്ളച്ചിരിയോട് പറഞ്ഞിട്ട് അവനെ തന്നിലേക്ക് ചേർത്തണച്ചു. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.